ETV ഭാരത് ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. TP വധക്കേസിലെ 2 പ്രതികൾ കോടതിയിൽ കീഴടങ്ങി. CPM പ്രവർത്തകരായ ജ്യോതിബാബുവും KK കൃഷ്ണനുമാണ് കോഴിക്കോട് വിചാരണ കോടതിയിൽ കീഴടങ്ങിയത്. മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടിക്കെതിരെ രൂക്ഷ വിമർശനവുമായി CPO റാങ്ക് ലിസ്റ്റിലെ ഉദ്യോഗാർത്ഥികൾ. നവകേരളം പരിപാടി പോലെ മുഖാമുഖം പരിപാടിയും പ്രമുഖരുമായുള്ള ചായസൽക്കാരം മാത്രമെന്ന് ആരോപണം. രാഷ്ട്ര താൽപര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഏതു പാർട്ടിക്കൊപ്പവും ചേരാൻ മക്കൾ നീതിമയ്യം തയ്യാറാണെന്ന് തമിഴ് നടൻ കമൽഹാസൻ. ഫ്യൂഡൽ രാഷ്ട്രീയത്തിന്റെ ഭാഗമാകില്ലെന്നും കമൽ. ഗഗൻയാൻ ദൌത്യത്തിനൊരുങ്ങി ISRO. ക്രയോജനിക് എഞ്ചിൻ പരീക്ഷണം വിജയകരം. 2025ഓടെ ഗഗൻയാൻ ദൌത്യം സാക്ഷാത്കരിക്കാൻ നീക്കം. 3ാം സീറ്റ് വിഷയത്തിൽ മുസ്ലിം ലീഗിനെ പിന്തുണച്ച K മുരളീധരൻ MP. LDFൽ CPIക്ക് 4 സീറ്റുകൾ വിട്ടുകൊടുത്ത സ്ഥിതിക്ക് മുസ്ലിം ലീഗിന് 5ഓ 6ഓ ലോക്സഭാ സീറ്റുകൾക്ക് അർഹതയുണ്ടെന്ന് കോൺഗ്രസ് നേതാവ് മുരളീധരൻ. കണ്ണൂർ ചുവപ്പിക്കാൻ MV ജയരാജൻ. കോൺഗ്രസിൽ സസ്പെൻസ് തുടരുന്നു. K സുധാകരനെ മത്സരിപ്പിച്ചേക്കുമെന്ന സൂചന. ഫെബ്രുവരി അവസാനത്തോടെ ജില്ലയുടെ ചിത്രം തെളിയുമെന്ന പ്രതീക്ഷ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തെലങ്കാനയിൽ BJPയുടെ വിജയത്തിൽ പ്രതീക്ഷ അർപ്പിച്ച ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത്. 10ലധികം സീറ്റുകളിൽ വിജയം കൊയ്യുമെന്ന പ്രമോദ് സാവന്ത്. കർഷക സമരത്തെ തുടർന്ന് അതിർത്തിയിൽ സുരക്ഷ ശക്തമാക്കി പോലീസ്. ഡൽഹി ചലോ മാർച്ച് തുടങ്ങി. വാഹനങ്ങൾ പിടിച്ചെടുക്കുമെന്ന പോലീസ് മുന്നറിയിപ്പ്. സുപ്രീംകോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ ഫാലിയസ് നരിമാൻ അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്ന് പുലർച്ചെ 1:30ഓടെയായിരുന്നു അന്ത്യം. 95 വയസ്സായിരുന്നു. ഡൽഹിയിൽ വെച്ചായിരുന്നു അന്ത്യം. പാക് രാഷ്ട്രീയ ചർച്ചകൾക്ക് വിരാമം. സർക്കാർ രൂപീകരിക്കാൻ PPPയും PMLNും. ഷഹബാസ് ഷരീഫ് പ്രധാനമന്ത്രിയാകുമെന്ന സൂചന. കൂടുതൽ വാർത്തകൾക്കും വിവരങ്ങൾക്കും ETVBharat.com സന്ദർശിക്കുക.